നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മസാലക്കറിയാണ്. ചേന ഉപയോഗിച്ചിട്ട് മസാലക്കറി. ചേന ഇഷ്ടമില്ലാത്ത ആരും മുഖം ചുളിക്കേണ്ട. ചേന ഉപയോഗിച്ച് മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് മസാലക്കറിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ നന്നായി വേവുന്ന ചേന ആവണം എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ചേന കുക്കായില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ചൊറിയും. ചില ആളുകൾക്ക് ആ കുക്കായില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് വേവുന്ന ചേന, വെളുത്ത ചേന നോക്കി സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുക്കറിൽ തന്നെ ചേന വേവിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ചേന വേവ് കൂടുതലുള്ള സമയമാണ്. ചേനയ്ക്ക് വേവ് കുറവുള്ള മാസങ്ങൾ നേരത്തെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ചേന വാങ്ങിക്കുക, മസാലക്കറി ഉണ്ടാക്കുക. പിന്നെ ഞാൻ ഇതിൽ പറയുന്ന പോലെ തന്നെ പെരിഞ്ജീരകം, നമ്മുടെ എല്ലാ മസാലക്കറികളിലും നമ്മൾ പെരിഞ്ജീരകം ഏറ്റവും അവസാനം തന്നെ ചേർക്കാട്ടോ. എന്താണെന്ന് വെച്ചാൽ ആദ്യം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ പെരിഞ്ജീരകത്തിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. മസാലക്കറിക്ക് എപ്പോഴും പെരിഞ്ജീരകത്തിന്റെ പച്ച ടേസ്റ്റ് ഉള്ളതാണ് നല്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചേന മസാലക്കറി എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചേന മസാലക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ചേന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോ ചേനയ്ക്കുള്ള അളവുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലേക്കൊരു 3 പച്ചമുളക്, അതുപോലെ തന്നെ 3 വെളുത്തുള്ളി, കുറച്ചുള്ളി. ഉള്ളി നമുക്ക് വറവിടാനാണ്. അതുപോലെ തന്നെ ഇത്രയുള്ള 1 പീസ് പട്ട എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 4 ഗ്രാമ്പു, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം വേണം, 1/2 കപ്പ് തേങ്ങ വേണം. ആദ്യം നമുക്ക് ഈ ചേന ഒന്ന് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. ചേന വേവിക്കുമ്പോൾ കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ചില ചേന 2 വിസിൽ വരുമ്പോൾ കുക്കാവും, ചില ചേന 3 വിസിൽ വരുമ്പോഴേ കുക്കാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചേനയുടെ കുക്കിംഗ് ടൈം അനുസരിച്ച് അത് വ്യത്യാസം വരും. ഞാനിപ്പോൾ ഈ ചേന 2 വിസിൽ വരുന്നത് വരെയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ചേന നമുക്ക് ആദ്യം കുക്കറിലേക്ക് ഇടാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. ഒരു 3 പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 3 പച്ചമുളക് ഞാൻ ഈ കുക്കറിലേക്ക് തന്നെ ചേർക്കാണ്. അതുപോലെ തന്നെ ചേനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ചേനയുടെ മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർത്ത് നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇത്രയും മതി വെള്ളം. ഇനിയിപ്പോൾ നമുക്കിത് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചേന വേവുന്ന സമയത്ത് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്, അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് തേങ്ങ വറുക്കാനായിട്ട്. ചട്ടിയിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, 2-3 ഇതിൽ കറിവേപ്പില, പിന്നെ നമ്മുടെ ഈ മസാലകളുണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കളറ് മാറി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി കളർ മാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് കളർ ചേഞ്ച് ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ആദ്യം ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ പച്ചമുളകും കുരുമുളകും എല്ലാം ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇനി പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ വേഗം പൊടികൾ കുക്കായി കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ എപ്പോഴും ചേർക്കാൻ. അപ്പോൾ നമ്മൾ കുരുമുളകിൻ്റെയും ഗ്രാമ്പൂവിൻ്റെയും കൂടെ നമ്മുടെ പെരിഞ്ജീരകം എന്താണ് ചേർക്കാതിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിഞ്ജീരകത്തിൻ്റെ ആ ഒരു കുക്കായ ടേസ്റ്റിനേക്കാൾ പെരിഞ്ജീരകം പച്ചയ്ക്ക് അരച്ച് ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പെരിഞ്ജീരകം ചേർക്കാതിരിക്കുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പെരിഞ്ജീരകം കൂടി ചേർത്ത് വയ്ക്കുക. ചൂട് മാറി കഴിയുമ്പോൾ തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. പൊടികൾ കുക്കായി തുടങ്ങുന്നുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പെരിഞ്ജീരകം ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ പെരിഞ്ജീരകം ഒന്ന് ചൂടായി വരികയും ചെയ്യും, അതുപോലെ തന്നെ കുക്കാവാതിരിക്കുകയും ചെയ്യും.
ഞാനിപ്പോൾ ഒരു 1.25 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർത്താലും മതി. ഇനി ഇതൊന്ന് ചൂട് മാറി വരുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറും കംപ്ലീറ്റ് മാറി കിട്ടും. അപ്പോൾ നമ്മുടെ ചേന നമ്മൾ കുക്കറിൽ നിന്ന് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനപ്പോൾ കുക്കറിൽ വെച്ചിട്ട് അരപ്പൊക്കെ മിക്സ് ചെയ്യുമ്പോൾ കാണാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ചേന കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഈ അരപ്പൊന്ന് നന്നായി തിളച്ച് വരുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അരപ്പ് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ഒന്ന് പിടിച്ചു വരാനാണ്. 2 മിനിറ്റോ 3 മിനിറ്റോ തിളപ്പിക്കുക. നമ്മുടെ ചേനയിലേക്ക് ആ മസാലയുടെ ടേസ്റ്റ് എല്ലാം വരണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാലകളെല്ലാം ചേർത്തില്ലല്ലോ. പട്ടയും ഗ്രാമ്പും പെരിഞ്ജീരകവും കുരുമുളകും മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗരം മസാലപ്പൊടി ചേർത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് പിടിച്ചു വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിപ്പോൾ ചൂട് മാറി വരുമ്പോൾ വീണ്ടും കുറുകി വരും. ഇത് കണ്ടോ, ഇതാണിപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി. ഇനി ഇത് വീണ്ടും കുറുകും. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്കുള്ള വറവ് ചേർക്കാം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക്, കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഉള്ളിയാണ്. ഉള്ളി ഞാൻ ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് മുറിച്ചിട്ടുണ്ട്. ഉള്ളി ഒന്ന് കളർ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയുടെ കളർ നന്നായിട്ട് മാറുമ്പോൾ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് കറിവേപ്പില കൂടുതൽ ചേർക്കുന്ന ഇഷ്ടമായിരിക്കും, ചിലർക്ക് കറിവേപ്പില അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കറിവേപ്പില നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതും കൂടി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ കറിവേപ്പിലേക്ക് ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. കുറച്ച് വറവ് ഞാൻ ബാക്കി വയ്ക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ചേർത്ത് ഇളക്കിയിട്ട് ഉടനെ തന്നെ അടച്ചു വയ്ക്കുക. ഈ വറവിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് ഒന്ന് പിടിക്കാനായിട്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ മസാലക്കറികൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഒന്ന് ചൂട് നന്നായിട്ട് മാറി വരുമ്പോൾ കഴിക്കുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി നമ്മൾ റെഡിയാക്കിയിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഇത് കണ്ടോ, ചേനയിലേക്ക് നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ പിടിച്ച് ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. ചോറിനും ചപ്പാത്തിക്കും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉടനെ തന്നെ ചേന വാങ്ങിച്ചിട്ട് ഇതുപോലെ മസാലക്കറി ഉണ്ടാക്കി കഴിക്കൂ. കഴിച്ചു കഴിഞ്ഞിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട റെസിപ്പികൾക്കൊക്കെ ഓരോ ലൈക്കും കൂടി തരിക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അത്യാവശ്യം കഴിച്ച് വിളിച്ചു